നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യൂറോപ്യൻ മദ്യനിർമ്മാണത്തിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫ്രഞ്ച് ബ്രാൻഡിയുടെ ഇന്ത്യൻ പതിപ്പ്. പേരിൻ്റെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി വർഷങ്ങളോളം ബോംബെ ഹൈക്കോടതിയിൽ നിയമയുദ്ധം നടത്തി നേടിയെടുത്ത ഒരു പേര്. ഇന്ത്യയിൽ മെക്ഡോവൽസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഫ്രഞ്ച് നിർമ്മാണ രീതിയിൽ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിയായ മെൻഷൻ ഹൗസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മെൻഷൻ ഹൗസ് ബ്രാൻഡിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യൂറോപ്യൻ ചരിത്രവും അതിനുശേഷമുള്ള ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുമാണ് പറയേണ്ടി വരിക. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മദ്യ കമ്പനിയായ ഹെർമൻ ജാൻസൺ 1777 കാലഘട്ടങ്ങളിൽ നെതർലൻഡിലെ ഷിംഡാം എന്ന സ്ഥലത്താണ് ആദ്യമായി ഒരു ഡിസ്റ്റിലറി ആരംഭിക്കുന്നത്. ലോകപ്രശസ്തമായ ഒട്ടനവധി ഡച്ച് ജിന്നുകളും വിസ്കികളും ബ്രാൻഡികളും നിർമ്മിക്കുന്ന ഈ കമ്പനി ഇന്ത്യയിൽ മദ്യനിർമ്മാണം ആരംഭിക്കുന്നതിനായി മഹാദേവ് റാവു കുർലേക്കർ എന്ന വ്യവസായിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും അതുപ്രകാരം 1933 ഇന്ത്യയിൽ മെൻഷൻ ഹൗസ് എന്ന ബ്രാൻഡി പുറത്തിറങ്ങുന്നത്. തിലകനഗർ ഇൻഡസ്ട്രിയിൽ, മഹാരാഷ്ട്ര ഷുഗർ മിൽ എന്നീ കമ്പനികളിലൂടെ പഞ്ചസാര വ്യാപാരമായിരുന്നു ഇവരുടെ ബിസിനസ്. പിന്നീട് ഹെർമൻ ജാൻസനുമായി ചേർന്നാണ് മദ്യനിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഫ്രഞ്ച് ബ്രാൻഡി നിർമ്മാണ രീതി പിന്തുടരുന്നത് കൊണ്ട് മെൻഷൻ ഹൗസ് ബ്രാൻഡിയുടെ ബോട്ടിലിന് മുകളിൽ ഫ്രഞ്ച് ബ്രാൻഡി എന്ന് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബ്രാൻഡി സാധാരണയായി മുന്തിരി പുളിപ്പിച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് മെൻഷൻ ഹൗസ് ബ്രാൻഡിയുടെ ബോട്ടിലിന് മുകളിലും മനോഹരമായി മുന്തിരിക്കുലകൾ കൊണ്ട് അലങ്കരിച്ചതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ന്യൂട്രൽ സ്പിരിറ്റിൻ്റെയും കെമിക്കൽ ഫ്ലേവറുകളുടെയും രൂക്ഷമായ ഗന്ധമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ ബ്രാൻഡി ലഭിക്കുന്നത് എൻ്റെ സ്നേഹിതന്മാരുടെ കയ്യിൽ നിന്നാണ്. അവരുടെ അഭിപ്രായവും ഇത് കോലയോ സ്പ്രൈറ്റോ ഉപയോഗിച്ച് മാത്രമേ കുടിക്കാൻ പറ്റും എന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് ഇത് കോക്ടെയിലാക്കി കുടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് അവൻ്റെ അഭിപ്രായം. അതിനായി അവൻ ഉപയോഗിക്കുന്നത് അല്പം പുതിനയും ലെമൻ്റെ 1-2 പീസുകളും ഓറഞ്ച് ജ്യൂസും സോഡയും ചേർത്ത് 1-2 ഐസ് ക്യൂബുകൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുടിച്ചു നോക്കിയാൽ വളരെ നന്നാകും എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇത് അല്പം ഞാനും കുടിച്ചു നോക്കി. എനിക്ക് വെള്ളം ചേർത്ത് കുടിക്കുന്നതിനേക്കാളും കുറച്ച് നല്ലതായി തോന്നിയത് കോക്ടെയിലാണ്. മെൻഷൻ ഹൗസ് ഒരു ഫ്രഞ്ച് ബ്രാൻഡി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു യൂറോപ്യൻ മദ്യത്തിൻ്റെ യാതൊരു ക്വാളിറ്റിയും ഇതിൽ കാണാൻ നമുക്ക് കഴിയുകയില്ല. ബോട്ടിൽ തുറന്നൊന്ന് സ്മെൽ ചെയ്തു നോക്കിയാൽ ഹാർഡായിട്ടുള്ള ന്യൂട്രൽ സ്പിരിറ്റിൻ്റെ സ്മെല്ലും പിന്നെ ഏതൊക്കെയോ ഫ്ലേവറുകളുടെ സ്മെല്ലും ഈ രൂക്ഷഗന്ധത്തിനിടയിലും വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ അനുഭവപ്പെടുന്നതായി തോന്നാം. ഇത് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാതെ കുടിക്കരുത്.
അത്രയും ഹാർഡായതുകൊണ്ട് തൊണ്ട പൊള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കിയാൽ ഒരു കോപ്പർ കളറാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഓക്ക് ബാരലിൽ നിന്ന് ലഭിച്ച കളറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കളറ് ചേർത്തതാണ്. ഇനി ആൽക്കഹോൾ പെർസെൻറ്റേജ് എടുത്താൽ 42.8 ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ്. ഒട്ടുമിക്ക ഇന്ത്യൻ മദ്യങ്ങളിലും ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഇന്ന് മെൻഷൻ ഹൗസ് ബ്രാൻഡ് നിർമ്മിക്കുന്ന കമ്പനിയായ തിലകനഗർ ഇൻഡസ്ട്രിയിലും മുൻ നിർമ്മാതാക്കളായ ഡച്ച് കമ്പനിയായ ഹെർമൻ ജാൻസനും തമ്മിൽ ഇതിൻ്റെ പേരിൻ്റെ അവകാശവാദത്തെ ചൊല്ലി വർഷങ്ങളോളം ബോംബെ ഹൈക്കോടതിയിൽ കേസ് നടത്തുകയുണ്ടായി. കോടതി വിധി തിലകനഗർ ഇൻഡസ്ട്രിക്ക് അനുകൂലമായി വന്നതോടെ ഇന്ത്യയിൽ മെൻഷൻ ഹൗസ് എന്ന ബ്രാൻഡി കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി. മാത്രവുമല്ല, ഇതിൻ്റെ മറ്റു വേരിയൻ്റ് കൂടി ഇവർ പുറത്തിറക്കാൻ തുടങ്ങി. ഹെർമൻ ജാൻസൺ നെതർലൻഡിലെ പ്രശസ്തമായ ഒരു മദ്യ കമ്പനിയാണ് ഇത്. ഇനി ഇവർ ഏതെല്ലാം മദ്യങ്ങളാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ഒരു പക്ഷേ ഹെർമൻ ജാൻസന്റെ മദ്യങ്ങൾ ഇന്ത്യയിൽ അത്ര ലഭിക്കില്ലെങ്കിലും ഗൾഫ് നാടുകളിൽ വളരെ പ്രശസ്തമാണ്. ബേബി ഷിംഡം നൊട്ടാരിസ് ജനീവർ നെതർലൻഡിലെ പരമ്പരാഗത ജിന്നുകളിൽ ഒന്നാണ്. വാനില ഫ്ലേവറിൽ ലഭിക്കുന്ന സർ എഡ്മൗണ്ട് ജിൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ജിന്നുകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ മെൻഷൻ ഹൗസ് നിർമ്മിക്കുന്നത് തിലകനഗർ ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ മെൻഷൻ ഹൗസ് നിർമ്മിക്കുന്നത് ഹെർമൻ ജാൻസൺ എന്ന കമ്പനിയാണ്. പക്ഷേ ഇവർ നിർമ്മിക്കുന്നത് മെൻഷൻ ഹൗസ് വിസ്കിയാണെന്ന് മാത്രം. ഇതുകൂടാതെ ഹെർമൻ ജാൻസന്റെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു വിസ്കി ബ്രാൻഡാണ് ഗ്ലെൻ മെൻഷൻ. ഇത് ഒരു പ്രീമിയർ വിസ്കിയാണ്. സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി സൊനാമ ബാരൽ ബാഗ് എന്ന പേരിൽ ഒരു ഹെർബൽ ലിക്വറും ഹെർമൻ ജാൻസൺ പുറത്തിറക്കുന്നുണ്ട്. സാവോയ് ക്ലബ്ബ് എന്ന പേരിൽ വിസ്കിയും ജിന്നും ബ്രാൻഡിയും വളരെ പ്രീമിയർ ആയിട്ടുള്ളത് ഹെർമൻ ജാൻസൻ്റേതായി മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും മുന്തിയ ഇനം ബ്രാൻഡിയായ കൊനിയാക്ക് ഹെർമൻ ജാൻസൺ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ജോസഫ് ഗായ്. ഇത് ഒന്നും കൂടാതെ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് LED കുപ്പികളിൽ ലഭിക്കുന്ന മെഡാ വോഡ്കകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെൻഷൻ ഹൗസ് ബ്രാൻഡി നിർമ്മിക്കുന്ന തിലകനഗർ ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കുന്ന മദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. മെൻഷൻ ഹൗസിൽ തന്നെ അല്പം ക്വാളിറ്റി കൂടുതലുള്ള മെൻഷൻ ഹൗസ് ഗോൾഡ്, മെൻഷൻ ഹൗസ് റിസർവ് ബ്രാൻഡി. ഇത് തിലകനഗർ ഇൻഡസ്ട്രിയിലെ ഒരു പ്രീമിയർ ബ്രാൻഡിയാണ്. മെൻഷൻ ഹൗസ് ഫെഡാര. ഇത് പൂർണ്ണമായും ഫ്രഞ്ച് പാരമ്പര്യത്തിൽ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡിയാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ അടുത്ത കാലത്തായി യുവാക്കളെ ലക്ഷ്യമാക്കി ഓറഞ്ച്, പിച്ചി, ആപ്പിള് എന്നിങ്ങനെയുള്ള ഫ്ലേവറുകളിലുള്ള ബ്രാൻഡിയും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുകൂടാതെ തിലകനഗർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ബ്രാൻഡാണ് കുരിയർ നെപ്പോളിയൻ ബ്രാൻഡി. ഇതിൻ്റെ പ്രീമിയർ വെർഷനായ കുരിയർ നെപ്പോളിയൻ ഗോൾഡും മാർക്കറ്റിൽ ലഭ്യമാണ്. മെൻഷൻ ഹൗസ് കഴിഞ്ഞാൽ തിലകനഗർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ബ്രാൻഡുകളിൽ ഒന്നാണ് നെപ്പോളിയൻ. ഇതുകൂടാതെ വിസ്കി, റം എന്നിവയും
തിലകനഗർ ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 10 ബ്രാൻഡുകളിൽ ഒന്ന് മെൻഷൻ ഹൗസാണ്. ഇന്ത്യയിലാവട്ടെ മക്ഡൊണാൾഡ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും മെൻഷൻ ഹൗസാണ്. ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതരുത്. മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് വിലക്കുറവും കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യവും ഉള്ളതുകൊണ്ടാവാം മെൻഷൻ ഹൗസ് ബ്രാൻഡിക്ക് ഇത്ര ഡിമാൻഡ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിസ്കികളിൽ ഒന്നായ മെൻഷൻ ഹൗസ് ബ്രാൻഡിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. നന്ദി, നമസ്കാരം.